നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ലൊരു കാരമൽ പാൽപ്പായസമാണ് ഇന്നത്തെ വീഡിയോ. അതും പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇതിനുവേണ്ടി 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതാദ്യം നന്നായിട്ടൊന്ന് കഴുകി കുറഞ്ഞത് 2 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇപ്പൊ നമ്മുടെ ഗോതമ്പൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നു. ഇനി കാരമൽ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി പ്രഷർ കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ പഞ്ചസാര ഒന്ന് നനയാൻ വേണ്ടിയുള്ള വെള്ളം മതി. ഇനി ഇതിനെ തുടരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. തീ കൂട്ടി വെച്ച് തന്നെ ചെയ്യാം. ഈ സമയമൊക്കെ ആകുമ്പോൾ പഞ്ചസാര ഉരുകി തുടങ്ങുമ്പോൾ തീ ഒരു അല്പം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഇതിന്റെ നിറം ഇങ്ങനെ മാറി വന്നു തുടങ്ങും. ഈ ഒരു നിറത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ പൊള്ളരുത്. ഇനി ഇതിലേക്ക് 4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അളവുകൾ കൃത്യമായിരിക്കണം. വെള്ളം നമ്മൾ കാരമൽ സിറപ്പിന് വേണ്ടി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു, 4 കപ്പ് പാലും ഒഴിച്ചു. 1/2 കപ്പ് നുറുക്ക് ഗോതമ്പിന്റെ അളവാണ് പറയുന്നത്. അപ്പൊ പാല് ഒഴിച്ചു കഴിഞ്ഞ് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ പഞ്ചസാരയും ചേർത്തു. ഇനി ഒരു 8 ഏലക്ക ചതയ്ക്കണ്ട, ഇങ്ങനെ നേരെ അങ്ങിട്ട് കൊടുത്താൽ മതി. നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം തിളയ്ക്കുന്നത് വരെ, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തണം. നന്നായിട്ട് തിളയ്ക്കുന്ന ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്കാക്കി കുക്കർ അടയ്ക്കാം. ഇനി ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ ഒരു 35 മിനിറ്റ് ഇതിനെ വേവിക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂറൂടെ വെയിറ്റ് ചെയ്തിട്ട് കുക്കർ തുറക്കാം. അപ്പൊ നമ്മുടെ പായസം കണ്ടോ നല്ല കൃത്യമായിട്ട് വെന്തിരിക്കും. ഇനി നമ്മൾ എടുക്കുന്ന നുറുക്ക് ഗോതമ്പ് കൊഴുപ്പ് കുറവുള്ള നുറുക്ക് ഗോതമ്പാണെന്നുണ്ടെങ്കിൽ പായസം ഒരല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ മധുരം, നമ്മൾ ആ ചേർത്ത മധുരം കറക്റ്റ് ആയിരിക്കും. പക്ഷെ പായസം ഒക്കെ ആകുമ്പോൾ ഒരല്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മധുരം കൂടി ചേർത്ത് കൊടുക്കാം, പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള നുറുക്ക് ഗോതമ്പ് കാരമൽ പാൽപ്പായസം തയ്യാറായി. അമ്പല രുചിയിൽ നല്ലൊരു പാൽപ്പായസം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം, എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിന് വേണ്ടത് ഉണക്കലരിയാണ്. ഞാനൊരു കപ്പിന്റെ 1/3 ഭാഗം ഉണക്കലരി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തരിതരിയായിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് അങ്ങ് പൊടിയരുത്. ഈ ഒരു രീതിയിൽ തന്നെ വേണം പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. പച്ചരി വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. പക്ഷേ പായസത്തിന്റെ യഥാർത്ഥ രുചി കിട്ടുക ഈ ഉണക്കലരിയിൽ തന്നെയാണ്. അങ്ങനെ നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പായസത്തിനുള്ള പാല് തിളപ്പിച്ചെടുക്കാം. 1 ലിറ്റർ പാലാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പാലും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി കുതിർത്ത അരി ഇട്ട് കൊടുക്കാം. അരി ഇനി ഈ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. ചെറിയ തീയിൽ ഇട്ടിരുന്നാൽ മതി, ഒരു മീഡിയം ചൂടിൽ ഇട്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം ആകുമ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ വെന്ത് പായസം നന്നായിട്ടൊന്ന് കുറുകി വരും. കുറുകി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ മധുരം ചേർത്ത് കൊടുക്കാം. മധുരം നേരത്തെ ചേർക്കരുത്, ഈ ഒരു സമയത്ത് മാത്രമേ ചേർക്കാവൂ. നന്നായിട്ട് വെന്തിട്ടേ ചേർക്കാവൂ. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. മധുരം ഒരുപാട് വേണ്ടാന്നുള്ളവർക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ചെറിയ തീയിൽ പഞ്ചസാരയും നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ മധുരമൊക്കെ പിടിച്ച് പായസം നന്നായിട്ട് കുറുകി. ഇനി ഇതിലേക്ക് കുറച്ച് പാല് കൂടി തിളപ്പിച്ചൊഴിക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എനിക്കൊരു 300 മില്ലി പാല് കൂടി വേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ ആ രുചി കിട്ടാൻ വേണ്ടി കുറച്ച് തെറ്റിപ്പൂവും തുളസിയിലയും വിതറാം.